കുട്ടികളുടെ ഒളിമ്പിക്സിന്റെ വാർത്തകളിലേക്ക് പോകാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് ഇന്ന് ഒക്ടോബർ മാസം 24 തുലാമാസം 7 വെള്ളിയാഴ്ച. പ്രിയപ്പെട്ടവരെ, സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ ജൂനിയർ ബോയ്സിന്റെ 5000 മീറ്റർ നടത്ത മത്സരത്തിൽ എറണാകുളത്തിന് സ്വർണം. നമ്മുടെ കൊച്ചി ആ സ്വർണം ഇങ്ങെടുത്തു. സെന്റ് സ്റ്റീഫൻ കീരംപാറ സ്കൂളിലെ അലോഷ്യസ് ഗോപനാണ് സ്വർണം. മലപ്പുറത്തിന്റെ അൻവിൻ അശോകനാണ് വെള്ളി. ജൂനിയർ ഗേൾസ് 3000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ സ്വർണ്ണമാണ്. നമ്മുടെ മലപ്പുറം സ്വർണ്ണം ഇങ്ങെടുത്തു. ഹഡിൽസ് മത്സരങ്ങളും റിലേ ഫൈനലുകളും ഉൾപ്പെടെ 25 ഫൈനലുകൾ ഇന്ന് നടക്കും. സുനുഷ ഏലൂരുണ്ട്. രാവിലെ താരങ്ങൾക്കൊപ്പം സുനുഷ ഏലൂർ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സുനുഷ. നടത്തമൊക്കെ കണ്ടിട്ട് ആ ട്രാക്കിന്റെ തീരത്തൂടെ ഇറങ്ങി ഒരു പിടി നടത്തമൊന്ന് നടന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഈ സ്പോർട്സ് മീറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർമാർക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇവരെ പോലെയൊക്കെ ഒന്ന് ഇറങ്ങി ഓടി ഉന്മേഷത്തോടു കൂടി വരണമെന്നൊക്കെ തോന്നാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ആവേശം തോന്നിയിട്ടുണ്ടോ? രാവിലെ മഴയാണോ സുനിഷ? മഴ കുഴപ്പമാവുന്നുണ്ടോ? അരുൺ, നല്ല ആവേശം തോന്നുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴ ചെറുതായിട്ട് ചതിച്ചാശാനെന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുഴപ്പമില്ല. കുട്ടികൾ രാവിലെ മുതൽ 6:30 ആദ്യ മത്സരം തുടങ്ങിയത്. 5000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ നടത്ത മത്സരമായിരുന്നു. ആദ്യ റൗണ്ടിലൊക്കെ നല്ല മഴയായിരുന്നു. കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണ് തുറന്നൊന്ന് നടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് മഴയൊക്കെ മഴയൊക്കെ അതിജീവിച്ച് കുട്ടികൾ നടന്ന് എത്തി. 8 റൗണ്ട് നടന്നെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം സ്വർണ്ണം അങ്ങ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് വെള്ളി മലപ്പുറവും എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്ത മത്സരമായിരുന്നു. അതിൽ മലപ്പുറം 1ഉം 2ഉം സ്ഥാനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ മലപ്പുറവും പാലക്കാടും ഒക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇപ്പം ആരാണ് മുന്നിൽ എന്നുള്ളതായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ മാത്രം ഇപ്പം ഞാൻ ട്രാക്കിൽ നിൽക്കുന്നതുകൊണ്ട് ആദ്യം അത്ലറ്റിക്സിന്റെ കാര്യം പറയാൻ വരും. അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ പാലക്കാട് 38 പോയിന്റുമായി 8ഓളം സ്വർണവുമായിട്ട് പാലക്കാട് അതിന്റെ ആധിപത്യം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരാണുള്ളത് എന്നുള്ളതാണ്. ഇനി ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് 1000 പോയിന്റോട് അടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരാകാൻ വേണ്ടിയുള്ള മുന്നേറ്റം തുടരുകയാണ്. തൊട്ടു പിന്നാലെ തൃശ്ശൂരും അതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂരുമുണ്ട്. ഏതായാലും ഇനി മത്സരം 3ാം ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും അങ്ങോട്ട് 3 ദിവസമുണ്ട്. അപ്പോൾ ആരായിരിക്കും ഇത് മാറി മറിയുമോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇനി ട്രാക്കിൽ നടക്കേണ്ട മത്സരങ്ങൾ ഇപ്പോൾ ബോക്കാണ് നടന്നിട്ടുള്ളത്. ഇനി ഹഡിൽസിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നടക്കുന്നത്. ജൂനിയർ ആൺകുട്ടികളുടെ ഹഡിൽസിന്റെ ഹീറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി ഹഡിൽസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. ഈ ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ വൈകുന്നേരത്തോടു കൂടി ഹഡിൽസിന്റെ ഫൈനൽ മത്സരം ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ഭംഗിയായി കാണുന്ന ഒരു മത്സരം അത് റിലേ മത്സരമാണ്. ആ റിലേ മത്സരം 4x400 റിലേ മത്സരത്തിന്റെ ഫൈനൽ കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ്. മറ്റങ്ങനെ നിരവധി തണുത്ത കാലാവസ്ഥയാണ്. അപ്പോൾ തിരുവനന്തപുരമാണ് ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ പാലക്കാട് അത്ലറ്റിക്സിൽ അടിച്ചു കയറി വരും. അതിനകത്ത് ഒരു സംശയമില്ല. വളരെ കോൺഫിഡന്റ് ആണ് അക്കാര്യത്തിൽ. അത്ലറ്റിക്സിൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, സൂപ്പറാ. അപ്പോൾ കൊച്ചിയും ഗംഭീരമായിരുന്നു, മലപ്പുറവും ഗംഭീരമായി. മലപ്പുറത്തെ പെൺകുട്ടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്ന് 1ാം സ്ഥാനത്തേക്ക് വരുന്നത് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ,